അടിപൊളി. കാണുന്ന പോലെ തന്നെ ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പം ഇതാണ് നമ്മളുടെ ആ അച്ചാർ. എന്താ സാധനം എന്ന് മനസ്സിലായി? ഇതിൻ്റെ പേരാണ് മാങ്ങ ഇഞ്ചി. ഇനി ഇതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ മാങ്ങ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകൂട്ടാൻ തുടങ്ങാം അല്ലേ? അപ്പം അതിനായിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാങ്ങാഞ്ചിട്ട് ഒരു കുഞ്ഞി കഷ്ണം കൊണ്ടേ നട്ടാൽ മതി. ഈ ഗ്രോ ബാഗിലോ മുറ്റത്തോ ദൂരം ഉണ്ടാവുമെന്നറിയോ? അത് ഇലയൊക്കെ വന്ന് ഈ മഞ്ഞളുടെ ഇല പോലത്തെ ഇലയാണ് കണ്ടു കഴിഞ്ഞാൽ. അത് മഞ്ഞളിൻ്റെ ഇലയൊക്കെ മൂക്കണ പോലെ തന്നെ മൂത്ത് കഴിഞ്ഞ് ഇങ്ങനെ പഴുത്ത് മഞ്ഞ കളറൊക്കെ വരില്ലേ ഇല മൂത്ത് കഴിയുമ്പോൾ? അങ്ങനെ വന്ന സമയത്ത് നമുക്കത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മാങ്ങാഞ്ചി ഉണ്ടാവും. ഇനി ഇരിപ്പുണ്ട് ഇവിടെ, എനിക്കുണ്ടായത് ഇരിപ്പുണ്ട്. ഇതെനിക്ക് ഒരാൾ തന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും മാങ്ങാഞ്ചി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കണ്ടേ? അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് റെഡിയാണല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലൊരു സംശയം, ഇഞ്ചിക്കറി ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? ഇഞ്ചിക്കറി നമ്മൾ പുളി പിഴിഞ്ഞ് പിന്നെ ഇഞ്ചി വറുത്ത് അങ്ങനെയൊക്കെയല്ലേ ഇഞ്ചിക്കറി ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതും വേണമെങ്കിൽ ഇഞ്ചിക്കറി പോലെയൊക്കെ വയ്ക്കാം കേട്ടോ, വറുത്തൊക്കെ. എന്തായാലും പക്ഷേ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണം. തനി മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റാണ് ഇത്. അറിഞ്ഞതിന് മുമ്പിൽ നിങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും ഇരുന്നിട്ട് വിളമ്പാവും. അപ്പം ഇതെവിടുന്ന മാങ്ങ ഈ സമയത്തൊന്നും ചോദിക്കും. മാങ്ങ ഇല്ലാത്ത സമയത്താണ് ഇഞ്ചി കിട്ടുക സാധാരണ ഇതിൽ. ഇപ്പോൾ തന്നെ മാങ്ങയൊക്കെ തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പോഴേക്കും മാങ്ങാഞ്ചി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായിട്ട് മുളക് പൊടി ഇട്ടു, കായംപൊടി ഇട്ടു. ഇനി സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഉലുവ അധികം ആയി കഴിഞ്ഞ് ഇങ്ങനെ പതഞ്ഞ് പോകും അച്ചാർ. ഏത് അച്ചാറിലായാലും അതെ കേട്ടോ. ഇത്രയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ ഈ അച്ചാറിന് പുളി ഉണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട്. മാങ്ങാഞ്ചിക്ക് പുളിയില്ല കേട്ടോ. അപ്പോൾ പുളിക്ക് എന്താ ചെയ്യുക? പുളിക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. പിന്നെ ഈ മാങ്ങാഞ്ചി കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. ചമ്മന്തി അരയ്ക്കാം. തേങ്ങയും മാങ്ങാഞ്ചിയും പുളിയും ഒക്കെ ചേർത്തിട്ട് നല്ല സ്വാദാണ് ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാഞ്ചിയുടെ പുളിക്ക് വേണ്ടിയിട്ട് അമ്മയൊക്കെ ചെയ്തിരുന്ന പരിപാടി ഇതാണ് കേട്ടോ. ഇവനെ മുറിക്കുക. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമോ മുറിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിടാനാണെന്നാണോ വിചാരിക്കുന്നത്? അല്ല, നേരെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഈ കഷ്ണം എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ട് ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക ചെയ്യണം. ഈ തൊണ്ട് കളയണ്ട ചെറുനാരങ്ങയുടെ. അതിന് അച്ചാറാക്കണമെങ്കിൽ ആക്കാട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നീട് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ ചെറുനാരങ്ങ അരിഞ്ഞിടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റൊന്നും കിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3-4 ചെറുനാരങ്ങ ഇരിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മതിയാവാൻ വഴിയില്ല പുളി. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യും എന്ന ആലോചനയിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ പരിഹാരം കൂടി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന ചെറുനാരങ്ങയോട് പോയി എന്നുള്ള ചോദ്യം വരുമോ? ഒരെണ്ണമെങ്കിലും മിച്ചം വയ്ക്കണം വാങ്ങിക്കുന്നവർ. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നവരെയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൈയോടെ കൂട്ടി വയ്ക്കാമല്ലോ. നല്ലോണം നീരുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് നല്ല നീരുള്ള ചെറുനാരങ്ങ. അപ്പം അതെ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ മാങ്ങാഞ്ചി അച്ചാർ റെഡി. ഇനി നല്ലൊരു കറിയിലാക്കി ഹോർലിക്സിൻ്റെ കുപ്പിയൊക്കെ പോലത്തെ കുപ്പികളുണ്ടല്ലോ, ആക്കി അടച്ചു വെച്ചാൽ മതി. എപ്പോഴാണോ ആവശ്യം അപ്പം എടുത്ത് കൂട്ടാം. പിന്നെ പുളി പോരാ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരെ കുറച്ച് വിനാഗിരി ഒഴിക്കാൻ പോകും. ഏത് അച്ചാറിലും നമ്മൾ ഒഴിക്കുന്നതാണല്ലോ വിനാഗിരി. അപ്പോൾ പിന്നെ വിനാഗിരി ഒഴിച്ചെന്ന് വെച്ചിട്ട് ദൂഷ്യമൊന്നും വരാൻ പോകണ്ട, കേടാവാണ്ടിരിക്കുകയുള്ളൂ. കേടാവാണ്ടൊക്കെ എടുക്കണം. അച്ചാർ കുറേ നാളെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ അച്ചാറിലും പറയണ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന കഷ്ണം, അതായത് മാങ്ങാഞ്ചി അല്ലെങ്കിൽ മാങ്ങ നാരങ്ങ എന്താണോ അത് തുടങ്ങി പാത്രം വരെ സ്പൂണ് വരെ വെള്ളമയം ഇല്ലാണ്ട് റെഡിയാക്കി എടുത്താൽ മാത്രമേ കേടാവാണ്ടിരിക്കുകയുള്ളൂ കുറേ നാളുകൾ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ 2 ദിവസം കഴിഞ്ഞ് ഇവനെ ഫ്രിഡ്ജിലേക്ക് കയറ്റും. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പിയിൽ ആക്കി അടച്ചു വയ്ക്കാം. എന്നിട്ട് 2-3 ദിവസം പുറത്തിരുന്നിട്ട് അത് കഴിയുമ്പോൾ നേരെ നമ്മുടെ അടിപൊളി കാണുന്ന പോലെ തന്നെ ടേസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം.
അങ്ങനെ കേടുകൂടാണ്ട് തീരോളം ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ പുതിയതായിട്ട്, ഹൈപ്പ്, അതുകൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.